IPL വിശേഷങ്ങളുമായി ഹാഷ്ടാഗ് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CSK ഇന്ന് ഗുജറാത്തിന് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് നടന്ന GTക്കെതിരെയുള്ള മത്സരത്തിൽ CSK വമ്പൻ ജയമാണ് നേടിയിരിക്കുന്നത്. ഈ സീസണിലെ നിലവിൽ 1-ാം സ്ഥാനത്തുള്ള GTയെ ഇന്നത്തെ മത്സരത്തിൽ CSK തകർത്തതോടെ 1-ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലെത്തുക എന്ന GTയുടെ മോഹത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് CSK. മുംബൈ ഇന്ത്യൻസ് ശേഷിക്കുന്ന ഒരു മത്സരത്തിൽ വിജയിക്കുകയും GTക്ക് മുകളിൽ നെറ്റ് റൺ റേറ്റ് തുടരുകയും ചെയ്താലോ അല്ലെങ്കിൽ പഞ്ചാബ് കിങ്സോ RCBയോ ശേഷിക്കുന്ന ഒരു കളി ജയിക്കുകയോ ചെയ്താലും GTക്ക് 1-ാം സ്ഥാനം നഷ്ടമാകുന്നതാണ്. ശരിക്കും ഇന്ന് 8ന്റെ പണിയാണ് CSK GTക്ക് നൽകിയത്. ഇന്ന് ടോസ് നേടിയ CSK ബാറ്റിംഗ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. തുടക്കത്തിൽ ആയുഷ് മാത്രേ ഡിവൺ കോൺവേ കൂടി ചേർന്ന് CSKക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തിയ ഉർവിൽ പട്ടേലും മികച്ച വെടിക്കെട്ട് പുറത്തെടുത്തു. മിഡിൽ ഓർഡറിൽ ഡെവാൾഡ് ബ്രവിസിന്റെ വെടിക്കെട്ട് പൂരമാണ് അരങ്ങേറിയത്. കോൺവേയും ബ്രവിസും അർദ്ധ സെഞ്ചുറി നേടി. അങ്ങനെ CSK നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചത് 230 എന്ന കൂറ്റൻ സ്കോറാണ്. CSKക്ക് വേണ്ടി ആയുഷ് മാത്രേ 3 ഫോറും 3 സിക്സും അടക്കം 17 പന്തിൽ 34 റൺസും, ഡിവൺ കോൺവേ 35 പന്തുകളിൽ നിന്ന് 6 ഫോറും 2 സിക്സും അടക്കം 52 റൺസും, ഉർവിൽ പട്ടേൽ 19 പന്തിൽ 4 ഫോറും 2 സിക്സും അടക്കം 37 റൺസും, ശിവം ദൂബെ 8 പന്തിൽ 2 സിക്സുകൾ പറത്തി 17 റൺസും, ഡിവാൾഡ് ബ്രവിസ് 4 ഫോറും 5 സിക്സും അടക്കം 57 റൺസും, രവീന്ദ്ര ജഡേജ 1 ഫോറും 1 സിക്സും അടക്കം 18 പന്തിൽ 21 റൺസുമാണ് നേടിയത്. എല്ലാവരും നന്നായി തന്നെയാണ് ഇന്ന് ബാറ്റിംഗ് ചെയ്ത് ഈ സീസണിലെ അവരുടെ അവസാന മത്സരം ഫിനിഷ് ചെയ്തത്. GTക്ക് വേണ്ടി പ്രസിദ്ധ കൃഷ്ണയ്ക്ക് മാത്രമാണ് മികച്ച ബൗളിംഗ് പ്രകടനം നടത്താൻ കഴിഞ്ഞത്. പ്രസിദ്ധ കൃഷ്ണ 4 ഓവറിൽ 22 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിൽ കാര്യമായ ഒന്നും തന്നെ GTക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ 2-3 ഓവറുകളിൽ നല്ലൊരു തുടക്കം കിട്ടിയെങ്കിലും പിന്നീട് GTയുടെ പ്രധാന ബാറ്റർമാർ പെട്ടെന്ന് തന്നെ മടങ്ങിയതോടുകൂടി GTക്ക് പിന്നീട് അങ്ങോട്ട് അടിപതറുകയായിരുന്നു. ഗുജറാത്തിന് വേണ്ടി നല്ല പ്രകടനം നടത്തിയത് സായ് സുദർശനും അർഷദ് ഖാനുമാണ്. 41 റൺസ് സായ് സുദർശൻ നേടിയപ്പോൾ അർഷദ് ഖാൻ 3 മനോഹരമായ സിക്സുകൾ പറത്തി 14 പന്തിൽ 20 റൺസുമാണ് നേടിയത്. ഷാറൂഖ് ഖാൻ 15 പന്തിൽ 2 സിക്സ് അടക്കം 19 റൺസും നേടി. ബാക്കി ആർക്കും തന്നെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ സീസണിലെ ഏറ്റവും മികച്ച ടീമാകുന്ന ഗുജറാത്ത് ഇന്ന് ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനം നടത്തിയ CSKയുടെ മുന്നിൽ അടിപതറുന്ന കാഴ്ചയാണ് അഹമ്മദാബാദിൽ കണ്ടത്. അങ്ങനെ ഗുജറാത്ത് 18.3 ഓവറിൽ 147 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. CSK 83 റൺസിന്റെ തകർപ്പൻ ജയത്തോടെ തങ്ങളുടെ ഈ സീസണിലെ അവസാന മത്സരം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CSK ഏറ്റവും അവസാന സ്ഥാനക്കാരെ കളം വിടുന്നത്. വൈകി വന്ന CSKയുടെ സൂപ്പർ താരങ്ങളെല്ലാം അടുത്ത സീസണിൽ CSKക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.